ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിത്രകാരനായിരുന്ന അപ്പല്ലസ്, ഒരേ സമയം അദ്ദേഹം ചിത്രകാരനും ആത്മീക പ്രഭാഷകനും ആയിരുന്നു. അദ്ദേഹം യഹൂദ മതഗ്രന്ഥമായ തൽമൂദിനെ അടിസ്ഥാനപ്പെടുത്തി പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങളും നടത്താറുണ്ടായിരുന്നു. അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുവാൻ ചിത്രരചനയ്ക്ക് ശേഷം പല പ്രാവശ്യം ആ ചിത്രം അദ്ദേഹം ടച്ച് ചെയ്യും. വീണ്ടും വീണ്ടും ടച്ച് ചെയ്ത് മനോഹരമാക്കുന്നത് കണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഉത്തമ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പല്ലസ്, നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അത് ടച്ച് ചെയ്യുവാൻ വേണ്ടി എടുക്കുന്നുവല്ലോ, എന്തിനാണ് ഇങ്ങനെ പല ഒരു ടച്ച് ചെയ്യുന്നത്? നിറഞ്ഞ സന്തോഷത്തോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളൊന്നും താൽക്കാലിക ചിത്രങ്ങളായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വരയ്ക്കുന്ന ചിത്രങ്ങൾ നിത്യതയിലേക്ക് സൂക്ഷിച്ചു വെക്കുവാനും തലമുറകൾക്ക് അത് കൈമാറുവാനും അടുത്ത തലമുറയ്ക്ക് പ്രചോദനം ആകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. താൽക്കാലിക അറിവിലേക്കോ നൈമിഷിക സന്ദർഭങ്ങൾക്കായിട്ടോ അല്ല എൻ്റെ പ്രവൃത്തിയും പ്രസംഗവും. അത് നിത്യതയിൽ കാണണം എന്ന് ഞാൻ എന്നും ആഗ്രഹിക്കുന്നു. നിത്യജീവിതം സന്തോഷപൂരിതമാക്കാൻ വർത്തമാനകാല ജീവിതത്തെ ശ്രദ്ധയോട് നയിക്കുക എന്നത് അനിവാര്യതയത്രേ. അപ്പല്ലസ് പഠിപ്പിക്കുന്നു, അല്പകാല ജീവിതം സുന്ദരമാക്കാൻ നാം എത്രമാത്രം പരിശ്രമങ്ങൾ നടത്തുന്നു. പലപ്പോഴും ആ പരിശ്രമങ്ങളെല്ലാം പാഴ്വേലയായി മാറുന്നത് നിത്യതയിൽ ഒന്നുമില്ലാത്ത അനുഭവം മനുഷ്യജീവിതത്തിൽ വരുമ്പോഴാണ്. അനശ്വരമായ ജീവിതത്തെ അവഗണിക്കുകയും നശ്വരമായ ജീവിതത്തെ മാത്രം നാം ശ്രദ്ധിക്കുകയും ചെയ്താൽ വാസ്തവത്തിൽ നിത്യജീവിതം അർത്ഥശൂന്യവും ഫലശൂന്യവുമായി തീരും. ഇഹലോക ജീവിതത്തിൽ പറ്റിച്ചേരുന്ന മാലിന്യത്തെ ഗൗനിക്കാതെ അതൊരു അലങ്കാരമായി ഹൃദയത്തിൽ പേറി ജീവിക്കുന്ന അനേക മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട്. മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് ശുദ്ധി വരുത്തി ജീവിതത്തെ അനുനിമിഷം ക്രമീകരിക്കുക എന്നതാണ് യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ ഭാവം. അങ്ങനെ യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ ഭാവം ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായിരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം മുതൽ ആ കുഷ്ഠരോഗിയുടെ പരാമർശനം കാണാം. ഇന്നതയുടെ അനിവാര്യത എന്ന് പറയുന്നത് സമ്പൂർണ്ണ വിശുദ്ധിയാണ്. മനസ്സ വാച കർമ്മണ വിശുദ്ധി പാലിക്കണമെന്ന ഹൈന്ദവ ധർമ്മ മന്ത്രം ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ അല തല്ലേണ്ട കാലമാണ് ഈ വ്രതാനുഷ്ഠാന കാലം. ക്രിസ്തുവിൻ്റെ കാലത്ത് പാപഫലമായി പരിഗണിച്ചിരുന്ന കുഷ്ഠരോഗം അശുദ്ധിയുടെ അത്യുഗ്ര പദത്തെ അലങ്കരിച്ചു. അങ്ങനെയുള്ളവർ പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് അവർക്കായി ഒരുക്കപ്പെട്ടിരുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ വാസം. പാളയത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ അനിവാര്യമായ അനുവാദം ആവശ്യമാണ്. ആ അനുവാദം വാങ്ങിക്കാതെ പാളയത്തിന് പുറത്ത് അഥവാ പട്ടണത്തിൽ എത്തിച്ചേർന്നാൽ ഫലം മരണമാണ്. ഓർക്കുക പ്രിയരെ, നിത്യതയിൽ നാം വിശുദ്ധിയുടെ സോപാനങ്ങളിൽ ഏറണമെങ്കിൽ ഇഹലോക ജീവിതത്തിൽ വിശുദ്ധിയുടെ കർമ്മമാർഗങ്ങളിലൂടെ കടന്നു പോകണം. ചിത്രകാരനും ധർമ്മപ്രഭാഷകനും ആയിരുന്ന അപ്പല്ലസിൻ്റെ ചിത്രങ്ങളും പ്രഭാഷണങ്ങളും നിത്യമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുപോലെ നമ്മുടെ ഇഹലോക ജീവിതവും നമ്മുടെ ഓരോ വാക്കുകളും നിത്യമായി സ്ഥിതി ചെയ്യുവാൻ കഴിവുള്ളതായി തീരുവാൻ നാം സ്വയം ആഗ്രഹിക്കുക. അതാണ് കുഷ്ഠരോഗി ആഗ്രഹിച്ചത്. ജീവിതത്തിൽ പറ്റിച്ചേർന്ന അശുദ്ധിയെ കഴുകിക്കളയുവാൻ ഒരേ ഒരു ഇരിപ്പിടം മാത്രമേ ഉള്ളൂ. ആ ഇടം ക്രിസ്തു ഇരിക്കുന്ന ഇടമാണ്. അവിടേക്കാണ് ആ മനുഷ്യൻ യാത്ര ചെയ്ത് ചെന്നെത്തിയത്.
നമ്മുടെ ഈ കാലവും വിശുദ്ധിക്കായുള്ള ഒരു യാത്രയാകട്ടെ. നിത്യതയിൽ നമുക്ക് ആ വിശുദ്ധി കൂടുതൽ ഗുണമായി ഭവിക്കട്ടെ. ശുഭദിനം. നന്ദി.